ഡാഡി ഗിരിജ വിഷയം ഞാൻ വിചാരിച്ചു ഇനി ഈ വിഷയം എടുക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്ധ്യ പല്ലവിയുടെ ഒരു കമൻറ്റ് എനിക്ക് നമ്മുടെ ഗോപിയെ കൊച്ച് അയച്ചു തന്നതാണ്. ഇത് കുറച്ച് ദിവസം മുമ്പ് അയച്ചു തന്നതാണ് കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പാണ് എനിക്കിത് കിട്ടിയിരുന്നത്. അപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇനിയിപ്പം നമ്മളായിട്ട്. ഞാനിത് രമാ മേഡത്തിനോട് പറഞ്ഞു, മേഡം ഇത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പം രമാ മേഡം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെഫീന നമുക്ക് ഇതിനകത്ത് ഒരു ക്രെഡിറ്റ് വേണോ, താങ്കൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർത്തും ആഗ്രഹമില്ല, സത്യമായിട്ടും ഇല്ല. അപ്പോൾ രമാ മാഡം പറയുന്നതും അത് തന്നെയാണ്. നമുക്കിതിനകത്ത് ആക്ഷനാണ് വേണ്ടത്, ക്രെഡിറ്റ് അല്ല. നമുക്ക് ക്രെഡിറ്റ് പുഴുങ്ങി തിന്ന ഉണ്ടാവത്തില്ല, ആക്ഷൻ ഉണ്ടാവണം. ആ ആക്ഷൻ ഒരു കാര്യത്തിൽ നല്ലപോലെ സക്സസ് ആയി. അപ്പോൾ ഇനി അടുത്തെന്താണ്, ആ അമ്മമാരുടെ കേസാണ്. പക്ഷേ തുറന്ന് തന്നെ പറയാം, ഞാൻ ഇനി ഒരു വീഡിയോ ഇടുന്നില്ല എന്ന തീരുമാനത്തിലാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം സന്ധ്യ പല്ലവിയുടെ കമൻ്റാണ്. ആ കമൻ്റ് ഒന്ന് വായിക്കാം. ഇവിടെ ആരുമല്ല ഇത് കുത്തിപ്പൊക്കിയത്, ഞാൻ തന്നെയാണ് പോസ്റ്റ് ഇട്ടത്. ഞാനാണ് അവർക്കെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ചൈൽഡ് വെൽഫെയർ അതോറിറ്റിക്കും എല്ലാം പരാതി കൊടുത്ത് വീണ്ടും വീണ്ടും പോസ്റ്റ് ഇട്ടു. അവർ ബൂസ്റ്റ് ചെയ്ത് അത് വൈറലായപ്പോഴാണ് ഈ ഷെബീന ചേച്ചി ഉൾപ്പെടെ ഉള്ള എല്ലാ ആൾക്കാരും വന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. കറക്റ്റ്. ഞാൻ ഇവരാരും പറയുന്ന കേസിലല്ല ഞാനിത് റിയാക്ട് ചെയ്തത്. ഞാൻ സന്ധ്യ പല്ലവി പറയുന്ന കേസിലേ അല്ല റിയാക്ട് ചെയ്തത്. സന്ധ്യ പല്ലവി ഈ പറയുന്ന ഗിരിജയ്ക്കെതിരെ നടത്തിയ ഒരു അലിഗേഷനെ പറ്റി മറ്റുള്ളവർ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അതെടുത്ത് വെച്ച് പറഞ്ഞത് ഗിരിജ വാസ് റൈറ്റ്. കാരണം അവിടെ ജോലി ചെയ്തിരുന്നൊരു സ്ത്രീ, അവിടുത്തെ ജോലിയുടെ എന്തോ കുഴപ്പമുണ്ടായി 4 ദിവസം മാത്രം തങ്ങി അവിടുന്ന് പുറത്തായിട്ടുള്ളൊരു സ്ത്രീ അവരെ പറ്റി പറയുന്നതിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തീർത്തും അത് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. ഗിരിജ ചെയ്തത് വലിയ കാര്യമാണ്, അവരുടെ മകനെ കൊണ്ട് മകളെ കെട്ടിച്ചു കൊടുത്തത് ചെറിയ കാര്യമല്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വീഡിയോ. അതിനുശേഷമാണ് എന്നെ ഗോപികയും അജിതയും വിളിക്കുന്നത്. അജിത വിളിച്ച കാര്യം, അജിതയ്ക്ക് പണം കിട്ടാനുണ്ട്, അതും ആ കുടുമി കൊടുക്കാനുണ്ട്. അപ്പോൾ കുടുമിക്കെതിരെ അജിത എനിക്ക് വോയിസ് തന്നു. കുടുമിക്ക് വേണ്ടിയിട്ട് അജിതയുടെ അടുത്ത് കുടുമിയുടെ നമ്പർ തന്നിട്ട് ഞാൻ കുടുമിയെ വിളിക്കാതെ ഗിരിജയെ വിളിച്ചു. ഗിരിജയെ വിളിച്ച എൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തു തന്നു. പിന്നെയാണ് എന്നെ ഗോപിക വിളിച്ചിട്ട് പറയുന്നത്, ചേച്ചി ഇതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട്, ചേച്ചി എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല. ദെൻ ഗ്രാജുവലി ബാക്കി 6 കുട്ടികളും വിളിച്ചു. മൊത്തം 8 പേര് എന്നെ സമീപിച്ചിരുന്നു. ഇവരെ 6 പേരും തന്ന വോയിസുകൾ ഇടരുത്, ചേച്ചി കാര്യം പറഞ്ഞാൽ മതി എന്ന് തന്നെയാണ് പറഞ്ഞത്. 2 പേരെ കൺവിൻസ് ചെയ്ത് അവർ 2 പേരുടെ വോയിസാണ് ഞാൻ പബ്ലിക്കിന് ഇട്ടത്. കാരണം ഞാൻ മാത്രം പറഞ്ഞാൽ വിശ്വാസയോഗ്യത ഉണ്ടാകാൻ ചാൻസ് കുറവാണെന്നുള്ളത്. ഇങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. സന്ധ്യ പല്ലവി എന്നെ വിളിച്ചിരുന്നു, ഞാൻ മുഖവിലയ്ക്ക് എടുത്തില്ല. അതിൻ്റെ കാരണം ആ 4 ദിവസം എന്നുള്ളതും സന്ധ്യ പല്ലവിക്കെതിരെ അവിടെ ഒരു കേസുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരെ എടുക്കാതിരുന്നത്. നമ്മളൊരു വിഷയവുമായി മുൻപോട്ട് പോകുമ്പോൾ അത് സക്സസ് ആകണം. നിയമപരങ്ങളും നിയമവശങ്ങളും എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ സക്സസ് ആകുന്ന സ്റ്റോറിയെ ഞാൻ എടുക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല. സന്ധ്യ പല്ലവിയുമായി ഞാൻ മുൻപോട്ട് പോയാൽ ഗിരിജയ്ക്ക് ഖണ്ഡിക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഗിരിജ കേസ് കൊടുത്ത ഒരു പ്രതിയെയും കൊണ്ടാണ് ഞാൻ ഇതിനെതിരെ പോകുന്നത്. അതൊരു കൗണ്ടർ പെറ്റീഷനായിട്ട് അക്സെപ്റ്റ് ചെയ്ത് എടുത്ത് ദൂരക്കളയും. ഈ വിഷയം ഞാൻ ഡോക്ടർ രമയുമായിട്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ രമ എനിക്ക് പൂർണ്ണ ഉറപ്പ് തന്നിരുന്നു, 10 പൈസ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരില്ല, ഫണ്ട് ഞങ്ങൾ തരും, ഈ കേസുമായി നമ്മൾ മുൻപോട്ട് പോകും, നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇങ്ങനെയല്ല, ആദ്യം നമുക്ക് കുഞ്ഞുങ്ങളെ സേഫാക്കാം. കാരണം അമ്മമാർ പിന്നെയും കുറച്ചുകൂടെ അനുഭവിക്കും. പക്ഷേ കുട്ടികൾ, പാവങ്ങൾ, അതുങ്ങൾ ആദ്യം നമുക്ക് സേഫാക്കാമെന്ന് ഞങ്ങൾ ആദ്യം എഫർട്ട് എടുത്തത് അതിനകത്താണ്. ആര് കേസ് കൊടുത്തോ ഇല്ലയോ, അവിടെ ചൈൽഡ് ലൈനെ എത്തിച്ച് ഈ രീതിയിൽ ഞങ്ങൾക്ക് അവിടുന്ന് അവരെ മാറ്റാൻ പറ്റിയത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ സന്ധ്യ പല്ലവിക്ക് കൊടുത്തോളൂ, ഞങ്ങൾക്കത് വേണ്ട. ബിനീഷിനെ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു, ചങ്ങാതിക്കൂട്ടം. ബിനീഷിനോട് കാര്യം ചോദിച്ചപ്പോഴത്തേക്കാണ് ബിനീഷ് പറഞ്ഞ, ചേച്ചി ഇത് ഇന്നൊന്നുമില്ല നടന്ന സംഭവമല്ല, ഈ വിഷയം സന്ധ്യ പല്ലവി എന്നെ അറിയിച്ചിരുന്നു, ഞാൻ അവിടെ പോയിരുന്നു, അവിടെ പോയിട്ട് എനിക്ക് റിപ്പോർട്ട് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സന്ധ്യ പല്ലവി എന്ന് പറയുന്ന സ്ത്രീ 2022 ഈ സംഭവത്തിന് ഇഷ്ടപ്പെടുത്തിയ സംഭവം നടന്നിട്ടുള്ളത്. അവരെ കൊണ്ട് ഇത് എങ്ങും എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സന്ധ്യ നെഞ്ചിൽ കൈവച്ചു പറയുക, ഇത് നിങ്ങൾ അന്ന് എടുത്തിരുന്ന നിങ്ങൾ എഫർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് ഇതിന് പ്രതിവിധി ഉണ്ടാവില്ലേ? 3 വർഷങ്ങൾക്ക് ഇപ്പുറം ഇതിന് പ്രതിവിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കണ്ട യൂട്യൂബേഴ്സ് എടുത്തത് കൊണ്ടല്ലേ? എന്നെ വിട്, എന്നെ നീ കടക്കൂട്ടണ്ട. ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല, ബാക്കിയുള്ളവരത് എടുത്തു. ഞാൻ വീഡിയോ ഇട്ടപ്പോഴാണ് ആ പിള്ളേർ കൂടുതലും എടുത്തത്. അതെന്തുകൊണ്ടെന്നറിയാമോ? നിയമവശം നോക്കിയിട്ട് ഞാൻ സാധനം എടുക്കുള്ളൂ. അതവർക്ക് വ്യക്തമായി ധാരണ ആയതുകൊണ്ടാണ് ബാക്കിയുള്ളവർ എടുത്തു. അത് സക്സസ് ആയപ്പോൾ നിനക്ക് ക്രെഡിറ്റ് വേണോ? നിന്റെ തലയിൽ ഒരു പൊൻതൂവൽ വെച്ച് കുത്ത്. അല്ലാതെ എന്തിനാടി ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇത് കുത്തിക്കയറ്റുന്നേ? എന്തിനാ ഇത് ചെയ്യുന്നേ? നീ ഇത് കാരണം രണ്ടാമത് നമ്മുടെ തൊപ്പിക്കാരനില്ലേ, പിന്നെ അയാളുടെ പേരെനിക്കറിയത്തില്ല, കോപ്രോ മച്ചാൻ, അയാളുടെ അവിടെ ഒരു കമൻറ്റ്, അതും ഈ കുട്ടി തന്നെയാണ് എനിക്ക് കൊണ്ടുതന്നത്, ഗോപിയാണ് കൊണ്ടു തന്നിട്ടുള്ള കമൻറ്റ്. റിയാക്ട് ചെയ്തിട്ടും റിയാലിറ്റീസ്റ്റിക് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്, സന്ധ്യയുടെ തന്നെയാണേ, ചെയ്തിട്ടും കേസ് എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഈ 1-ാം തീയതി അവിടെ പോയി എൻ്റെ കൈവശമുള്ള എല്ലാ എവിഡൻസും ADM കാണിച്ചു.
പരാതി കൊടുത്ത് മാഡത്തിന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇന്നലെ അടച്ചുപൂട്ടാനുള്ള തീരുമാനമായതും അവരുടെ കയ്യിൽ നിന്ന് ഡിക്ലറേഷൻ എഴുതി മേടിച്ചതും അവിടുന്ന് പിള്ളേരെ മാറ്റുന്ന സമയത്ത് അതിൻ്റെ പരിസരത്ത് ഞാൻ ഉണ്ടായിരുന്നു. അതിനെ പിന്നെ പോയി എനിക്കെതിരെ വീണ്ടും പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൂടാതെ ഇപ്പോൾ സൈബർ സെല്ലിലും അപമാനപ്പെടുത്തുന്നു എന്ന് കാണിച്ച് കേസ് കൊടുത്തു. അവർ കൊടുക്കും, അവർ ജയിക്കുകയും ചെയ്യും. കാരണം നിങ്ങളാണ് ഇപ്പുറത്തെങ്കിൽ സന്ധ്യ പല്ലവി മനസ്സിലാക്കാൻ നമ്മളെല്ലാം തോറ്റുപോകും. അതുകൊണ്ടാണ് ചാനലുകാർ അവളെ ബൂസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഇനി ഗോപികയ്ക്ക് പറയാനുള്ള ഒരു കാര്യം എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. സന്ധ്യ പല്ലവിയുടെ കുറെ പോസ്റ്റുകളിൽ കാണിക്കുന്നുണ്ട്, അവര് പറയുന്നുണ്ട് അവരാണ് ഇതിന് മുന്നോട്ട് വന്ന് എഫേർട്ട് എടുത്തേക്കുന്നതെന്ന്. പക്ഷെ ഇതില് അവര് 2022 23 അങ്ങാണ്ടാ ഇറങ്ങിയേക്കുന്നത്. അതിലാകെപ്പാടെ 3-4 ദിവസം മാത്രമാണ് അവരവിടെ നിന്നിട്ടുള്ളത്. പക്ഷേ ഒരു 4-5 വർഷം അവിടെ കിടന്ന് അനുഭവിച്ച ഞങ്ങള് നേരിട്ട് ചേച്ചിക്ക് ഓഡിയോ തന്നിട്ടുണ്ട്, വീഡിയോ സഹിതം ഞാൻ തന്നിട്ടുണ്ട്. അതിന്റെ ഒന്നും ഒരു വിലയില്ലേ. അത് മാത്രമല്ല, അത് അവിടെ കിടന്നിട്ടുള്ള കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വോയിസും ഒക്കെ. ഈ സന്ധ്യ പല്ലവിയെ മാത്രം ഈ എടുത്ത് മേളിൽ വെച്ചേക്കുന്നത്. സാധാരണ ന്യൂസ് ചാനലുകളൊക്കെ കാണുന്നതിനകത്തെല്ലാം ഉണ്ട് സന്ധ്യ പല്ലവി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് വരുന്നുണ്ട്. ചേച്ചിയല്ല ഇതിന് ശരിക്കും പറഞ്ഞ ഈ ന്യൂസ് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത്. ഈ വർഷം 3-4 കൊണ്ട് കൊടുത്ത ഇതെന്താ ന്യൂസുകളൊക്കെ എന്താ പുറത്തു വരാനത്? ഇപ്പോഴാണ് ഇതൊക്കെ എടുത്ത് പുറത്തു വരുന്നത്. അതാരും മനസ്സിലാക്കുന്നില്ല. ഗോപികയെ ചാനലിന്റെ മുന്നിലേക്ക് കൊണ്ട് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തില്ല. കാരണം ഞാൻ ഫെയിമിനല്ല ഇത് ചെയ്തത്. ഈ കുട്ടിയെ ചാനലുകാർക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിനെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യും, അവർക്ക് റേറ്റിംഗ് കൂടുവന്നതിനപ്പുറം ഈ വിഷയത്തിൽ ഒരു ഇതുണ്ടാവത്തില്ല. അവളുടെ മൊഴി എടുക്കണം. അവളാണ് പ്രൈം വിറ്റ്നസ്. അവളാണിത് അവിടെ നിന്ന് താമസിച്ച് അവളുടെ കുഞ്ഞുങ്ങളും അവിടെ ഉണ്ടായിരുന്നു, അവളും അവിടെ ഉണ്ടായിരുന്നു. അവളാണ് വിറ്റ്നസ്. അത് കുട്ടികളുടെ കേസിൽ മാത്രമല്ല, ആ അമ്മമാരിലൊരാൾ അമ്പിളി എന്ന സ്ത്രീ ഇപ്പോഴും അവിടെയുണ്ട്. അവരുടെ മർമ്മത്തേക്കാണ് ഈ മുളക് പൊടി കലക്കി ഒഴിച്ചത്. അതിൻ്റെ വിറ്റ്നസ് ആണ് ആ കുട്ടി. എനിക്ക് ഇവളുടെ മൊഴി കിട്ടണം. അതിനുശേഷമേ ഞാൻ ചാനലുകാർക്ക് ഇവളെ വിട്ടു തരുള്ളൂ. അതുവരെ ഞാൻ അവളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അത് ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാണ്. അപ്പോൾ ചാനലുകാർ അത് ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ ഇനി സന്ധ്യ പല്ലവി വെച്ച് പൊലിപ്പിക്കാന്നാണോ? സന്ധ്യ പല്ലവി ഇതിനകത്ത് ഇറങ്ങി നിന്നാൽ ഈ കേസിൽ ആടാവടലം മൂഞ്ചും എല്ലാവരും കൂട്ടപ്പെടും. കാരണം ആ സ്ത്രീ അവിടെ എന്തോ ക്രമക്കേട് കാണിച്ചിട്ടാണ് അവരെ പുറത്താക്കിയതെന്നുള്ള തെളിവ് അവരെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം അവരെ ജയിക്കുള്ളൂ. ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പം ഞാൻ ഇത് കേട്ട ഉടനെയാണ് ഞാൻ ബിനീഷിനെ വിളിച്ച് ചോദിച്ചത്, ബിനീഷെ അവരിപ്പോഴല്ലേ ഇറങ്ങിയത് അതോ മുൻപ് ഇറങ്ങിയത്? അപ്പോഴാണ് 2022 കേസ് പറയുന്നത്. സന്ധ്യ പല്ലവിക്ക് ഒരു അല്പം ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഇരുന്ന് വിളിച്ച് പറയല്ലേ. നിങ്ങൾ 2022 ശ്രമിക്കുകയല്ലേ? അപ്പം നിങ്ങൾ നടന്നോ? നിങ്ങൾ ആരുടെ കിടന്ന് പറഞ്ഞ് നടന്നോ? നന്ദി വേണ്ടടോ, ഒരു അല്പം മാന്യത വേണ്ടായോ? ഈ സന്ധ്യ പല്ലവിയെ പേടിച്ചിട്ടാണോ വീഡിയോ ഒക്കെ നിർത്തിയത്? സത്യമാണത്. ഞങ്ങള് ചേച്ചിയോടാ പറഞ്ഞത്. ചേച്ചിയുള്ള വിശ്വാസവും സ്നേഹം കൊണ്ടുമാണ് പരാതി പറഞ്ഞതും നേരിട്ടുള്ള വീഡിയോ വരെ അയച്ചു തന്നതും. ചേച്ചി ഇത് മുന്നിട്ടിറങ്ങി ചേച്ചിക്ക് അത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ചേച്ചിക്ക് ആ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇട്ട് തന്നത്. അപ്പൊ ചേച്ചി ഇതില് വീഡിയോസ് ഒക്കെ നിർത്തിയിട്ട് അനങ്ങാതിരിക്കുന്നത് മനസ്സിലായില്ല. ചേച്ചി വീഡിയോ ഇനിയും ചെയ്യുന്നില്ലേ ഈ വിഷയത്തെ കുറിച്ച്? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരാൾക്ക് ക്രെഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കയറി നിന്ന് വേണ്ട ഒന്നും ചെയ്യേണ്ടെന്ന് വെച്ച് മാറി നിന്നാണ്. ഞാനോ ഡോക്ടർ രമയോ ഇതിനകത്ത് ക്രെഡിറ്റ് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അടുത്ത് ഡോക്ടർ രമ പറഞ്ഞതാണ് നമുക്ക് വന്ന ശേഷം കേസുമായിട്ട് മുൻപോട്ട് പോകാം. അപ്പോൾ ഞങ്ങളത് കൂടുതൽ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ സപ്പോർട്ടേഴ്സ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാനിതിൽ നിന്ന് പിൻവാങ്ങും. അത് ഞാൻ നിശ്ചയിച്ചതാണ്. മാഡം വരുന്നിടം വരെ ഞാൻ ഇനി വീഡിയോ ഇടുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് സന്ധ്യ പല്ലവിയുടെ ഈ കമൻറ്റ് കൊണ്ട് തന്നെയാണ്. അത് തർക്കമൊന്നുമില്ല, സത്യമാണ്. പക്ഷെ ഇനി അതുണ്ടാവില്ല. ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത്. സത്യം. നമ്മൾ അനുഭവിച്ചതുപോലെ ദുരിതങ്ങൾ അതിനകത്ത് കിടന്ന് അനുഭവിക്കുന്നവർ അനുഭവിക്കാതിരിക്കാൻ കുറെ കാലം അനുഭവിച്ചു. ഇനിയെങ്കിലും അവരനുഭവിക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേക്കുന്നത്. അല്ലാതെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മളെ ദൈവം പരിഗണിക്കും, അത് മതി. അത്രേ വേണ്ടു. ഞാൻ നേരിട്ട് കണ്ട അനുഭവ. പിന്നെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ആ കൊച്ചിന്റെ മൂത്രം ഒഴിക്കുന്നിടത്ത് മുളക് പൊടി ഇട്ട കേസൊക്കെ അത് ഞാൻ പറഞ്ഞതിന് ശേഷം ഇതൊക്കെ വെളിയിൽ വന്നത്. അതുപോലെ തന്നെ പിള്ളേരെ ഉപദ്രവിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓരോരുത്തരും ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും. അല്ലാതെ ഇത് ഒരാളുടെ മാത്രം ശ്രമഫലമായിട്ട് വെളിയിൽ വന്നതല്ല. പക്ഷെ ക്രെഡിറ്റും കാര്യങ്ങളും ഒന്നും വേണ്ട. നമ്മൾ പറയുന്നത് വെറും വെള്ളത്തിൽ വരച്ച വര പോലായിട്ട് മറ്റുള്ളവർ കയറി ഇങ്ങനെ മേളിൽ ഇരുന്നങ്ങ് ഫേമസ് ആവാനുള്ള ശ്രമം കാണുമ്പം മനസ്സിലൊരു കുത്തല് പോലെ തോന്നുന്നു. അതുകൊണ്ടാണുള്ള കാര്യം പറഞ്ഞത്. എന്തായാലും ദൈവം കാണുന്നുണ്ടല്ലോ, അത് മതി.
ചേച്ചി കുട്ടികൾ മാത്രമേ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അമ്മമാര് പിന്നെ അവരുടെ കസ്റ്റഡിയിൽ തന്നെ കിടക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ, ഓരോരുത്തരായിട്ട് ഇല്ലാതാവുന്നതിന് മുന്നേ അവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. അതുവരെയെങ്കിലും വീഡിയോ മുടങ്ങാതെ ചെയ്യണേ ചേച്ചി. ചേച്ചി രമ മാഡത്തിനോട് പ്രത്യേകം നന്ദി പറഞ്ഞെന്ന് പറയണം. നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ ഇറങ്ങി തിരിച്ചതിന് ഒത്തിരി 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 നന്ദി. പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. ഷെബിനെ ചേച്ചി പറഞ്ഞേക്കണം. അതുപോലെ തന്നെ ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട്. വേറെ ആരും ഈ ഒരു സംഭവങ്ങളിലോട്ടൊന്നും ഇറങ്ങില്ല ധൈര്യമായിട്ട്. കാരണം ജീവൻ മരണ പോരാട്ടമാണ് ഇതിനകത്തിൽ ഇറങ്ങിയാല്. ഒരുപാട് നന്ദിയുമുണ്ട്, സ്നേഹമുണ്ട് എല്ലാരോടും. ഡോക്ടർ രമയോട് തീരാത്ത കടപ്പാടുണ്ട്. ഞാൻ ഇപ്പോഴും പറയും, ഞാൻ ആ അമ്മമാരവിടെ ഫുഡ് കഴിക്കാതെ കിടക്കണമെന്ന് പറഞ്ഞാൽ മാഡം നേരിട്ട് പോലീസിനെ വിളിച്ച് അവിടുന്ന് ആളെ പറഞ്ഞു വിട്ട് അത് വെരിഫൈ ചെയ്ത ശേഷമാണ് മാഡം സമാധാനമായിട്ടിരുന്നത്. ഇനി ബാക്കി അവർക്ക് അവിടെ ലീവ് കിട്ടുമ്പോൾ അവരിങ്ങോട്ട് വരും, വന്നിട്ട് ബാക്കി നമ്മൾ ചെയ്യാനാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ മുൻകൂർ ജാമ്യം കൊടുത്തോളൂ, പ്രൊട്ടക്ട് ചെയ്തോളൂ. ന്യൂസുകളിൽ പറയുന്ന കേൾക്കുമ്പോൾ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എന്തൊരു കോമഡിയാ പറയുന്നത്. പ്രമുഖ അനാഥാലയം, പ്രമുഖ വ്യക്തി, ഭയങ്കര പ്രാമുഖ്യമാണ്. ഒരു കാര്യം പറയാം, ഇല്ലാ വചനവും പൊല്ലാ വചനവും പറയാനായിട്ട്. ഇപ്പൊ കെന്നഡി സാറ് എനിക്കൊരു ഡോക്യുമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവര് പിന്നെ കളക്ടർക്ക് കൊടുത്ത ഇതിനകത്ത് അദ്ദേഹം ഇട്ട എഫർട്ട് ഓർത്ത് നോക്കുക. അദ്ദേഹം കൊടുത്ത ആ പരാതി ഇട്ട പിന്നെ എൻ്റെ വീഡിയോ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു. അവർ റിപ്പോർട്ട് അടിക്കുന്നു, അത് ചാനലെടുത്ത് കളഞ്ഞു. അപ്പോൾ അത് ആളുകളിലേക്ക് എത്തിയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ വീഡിയോ ഞാൻ റീ അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിൻ്റെ ആ സംഗതി മാറ്റിയിട്ട്. അതെൻ്റെ കയ്യിലുണ്ടോ എന്ന് അറിയത്തില്ല, ആ വീഡിയോ ഞാൻ സെർച്ച് ചെയ്ത് നോക്കണം. എനിവേ, ആ സംഗതിയും അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതിനകത്ത് ഇവർ പറയുന്ന കണക്ക് ബോഡി വിൽപ്പന അതൊക്കെ സെക്കൻഡറിയാണ്. അതൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത് പറയുന്ന കാര്യം എൻ്റെ തെളിവില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുക്കാതിരുന്നത്. ബോഡി വിൽപ്പനയുണ്ടെന്നോ പാർട്സ് വിൽപ്പന, ഇതൊന്നും ഞാൻ പറയാൻ ആളല്ല. അവിടെ മുഴുക്ക പ്രോബ്ലം നടക്കുന്നുണ്ട്. അതേപോലെ കുറേ അധികം ന്യൂസ് എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്തു വെച്ച് ചെയ്യും എന്നുള്ളത് തർക്കമില്ല. പൂർണ്ണമായ തെളിവുകളില്ലാതെ ഞാൻ പറയില്ല. കാരണം എനിക്ക് അത്രത്തോളം ശത്രുക്കളാണ്, ചുറ്റും ശത്രുക്കളാണ്. ഞാൻ ഇന്നവരെ ആരെ സൂചിപ്പിക്കാനോ ഒന്നിനു വേണ്ടിയിട്ട് സോഫ്റ്റനായിട്ട് നിന്ന്. പിന്നെ യാത്രകൾ കുറഞ്ഞത് ഈ മാസത്തെ എൻ്റെ ബഡ്ജറ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ വേറെ കുത്തിയിരിക്കുന്നു എന്നതിനപ്പുറം ഈ മാസം ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യേണ്ട മാസമാണ്. പക്ഷെ എന്ത് ചെയ്യാം, കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അത് പോയി ക്ലാരിറ്റിയോട് നോക്കിയ ശേഷം നെക്സ്റ്റ് മന്ത് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കും. നേരെ പോയി ശരിക്കും മനസ്സിലാക്കിയ ശേഷം. അപ്പോൾ എനിക്ക് പകരം ജലജ അവിടെ പോയിരുന്നു. ജലജ ചാത്തന്നൂരിൽ നിന്നാണ് അവിടെ യാത്ര ചെയ്ത് പോയി ആ കാര്യങ്ങൾ കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് ചാനലുകാർക്ക് ജലജയെ എടുക്കാൻ പറ്റാത്തത്? ജലജ പറയും, ജലജ ആ സ്ഥാപനത്തിന്റെ പേര് പറയും, ബാക്കി പറയും. നല്ല ധൈര്യമുള്ള സ്ത്രീയാ, അവർ പറയും അവരെ എടുക്കത്തില്ല. അപ്പോൾ ഈ പെണ്ണിനെ എടുത്തു വെച്ച് ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നാണ്. നിങ്ങൾക്ക് മറ്റൊന്നാണ് ഉദ്ദേശ ലക്ഷ്യം എന്ന് കൃത്യമായ എവിഡൻസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സന്ധ്യ. അത് നിങ്ങൾക്ക് ദോഷമേ ചെയ്യുള്ളൂ. വെറുതെ മെനക്കെടുത്താതിരിക്കുക. അല്ല അച്ഛൻ, ഞാൻ നിനക്കൊരാഴ്ച സമയം തരാം. നീ ഭയങ്കര മെടുക്കിയ അച്ഛൻ ആ വൃദ്ധസദനത്തിനൊരു തീരുമാനം ഉണ്ടാക്കിത്താ. പറ്റില്ലെങ്കിൽ അത്തോടെ നിർത്തി പൊത്തിക്കണം. അല്ല അച്ഛൻ, ഞാൻ പറഞ്ഞ കണക്ക് അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം അവർക്ക് ആഹാരം മാത്രം കിട്ടിയാൽ പോരാ, അവരെ ഒരാഴ്ച കഴിഞ്ഞ് മനുഷ്യർ മറക്കും എന്നാണ് ഡാഡി ഗിരിജ ചിന്തിക്കുന്നതെങ്കിൽ നിന്റെ പിന്നിൽ വന്ന് നിന്നത് ഷെഫീനയാണ്. നീ ഇനി എങ്ങോട്ട് യാത്ര ചെയ്താലും ഷെഫീന നിന്റെ പുറകിലുണ്ടെന്നാണ് അർത്ഥം. നീ ഇനി ഒരു രീതിയിലുള്ള ഫ്ലോപ്പ് കളിയും ഈ പാവങ്ങളെ വെച്ച് കളിക്കത്തില്ല. നിന്റെ ഫണ്ട് നിനക്ക് എവിടെ നിന്നൊക്കെ ക്യാഷ് വന്നു, നീ എന്തൊക്കെ കുത്തിക്കിടപ്പ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. സർവത്ര സാധനവും ഏറ്റവും വിസിറ്റ് എവിഡൻസ് കളക്ട് ചെയ്തിട്ട് നിൽക്കുന്നവളാണ് ഞാൻ. ചെയ്യും, ഞാൻ അങ്ങ് അറ്റം കയറി ചെയ്യും. അതേപോലെ സുറുമി വന്ന് കാര്യം പറഞ്ഞു. അവരവിടുത്തെ നാട്ടുകാരിയാണ്. അവരോട് ചോദിക്കൂ, എന്താ അവരെ ചോദിക്കാതിരുന്നത്? അപ്പം നിങ്ങൾക്ക് വേണ്ടത് ആരെയാണ്? പൊതിഞ്ഞു പിടിക്കുന്ന ഒരു പ്രത്യേക തരം വിഭാഗത്തിനെയാണ്. നിങ്ങൾക്ക് സുറുമിയെ ചോദിക്കണ്ട, സുറുമി എടുത്ത് സംസാരിക്കാം. അവൾ പബ്ലിക്കിൽ വന്ന് അവൾ ചാനൽ തന്നെ ഇട്ടു. അത് ഞാനാ പറഞ്ഞത്. എൻ്റെ ചാനലിൽ കൂടെ പറയുന്നതിനേക്കാൾ നിനക്കൊരു ചാനൽ ഉണ്ടാക്കി നീ നിന്റെ ചാനലിൽ കൂടെ പറഞ്ഞാൽ അത് ബൂസ്റ്റ് ചെയ്ത് തരാം. അത് അങ്ങനെ തന്നെയല്ലേ കുട്ടി ചെയ്യുന്നത്? അതിനകത്ത് അതേ തന്നെ വിഷയം, അവൾക്ക് വേറെ വിഷയം പോലും ഇല്ല. അത് തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ചാനലുകാർക്ക് സുറുമിയെ കണ്ണു കാണുന്നില്ല? സുറുമിയെ വിളിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് പൊതിഞ്ഞു പിടിക്കാനുണ്ട്. ആ പൊതിഞ്ഞു പിടിക്കലിന് സപ്പോർട്ടായി നിൽക്കുന്ന സന്ധ്യയെ പോലുള്ളവരെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നു. ഇപ്പം ഞാൻ ഓർത്തു നോക്കും, ഞാൻ തന്നെ സ്റ്റോപ്പായി. അവളുടെ ഈ ഒരു കമൻറ്റ് മാത്രം ഞാൻ ഷോക്കായി. ഇനിയിപ്പോൾ ആ കൊച്ചു വിചാരിക്കുന്നുണ്ടോ ഞാൻ ക്രെഡിറ്റ് എടുത്തു, അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നതുകൊണ്ട് ഞാൻ സ്റ്റോപ്പായത്. ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ മതി, നമ്മളെ ചാനലിൽ കൂടെ ഇത് ഇടുന്നത് അങ്ങ് നിർത്തി വെക്കാം എന്നായിരുന്നു എൻ്റെ തീരുമാനം. ബുദ്ധിമുട്ടിക്കരുത്. ഒലീവിയ വിഷയം ഒരു വലിയ തിരിച്ചറിവാണ്. നമ്മൾ അത്രത്തോളം എഫർട്ട് എടുത്ത് ഒരുപാട് പൈസ മുടക്കി ഒത്തിരി കഷ്ടപ്പെട്ട് അതിൻ്റെ പിറകെ നടന്നിട്ട് അവസാനം നമുക്ക് അപമാനം മാത്രമായിരുന്നു മിച്ചം. നമ്മൾ പറഞ്ഞതൊക്കെ നുണയാക്കാനായിട്ട് ഒരു പറ്റ അങ്ങ് ഇറങ്ങി നിൽക്കുമായിരുന്നു.
സഹകരിക്കാതിരുന്ന കുട്ടികളോടും എനിക്ക് അതുമല്ല മാത്രമല്ല വർക്കലയിൽ ആ കുട്ടി തീരെ സഹകരിച്ചില്ല. അവൾ പറഞ്ഞത് കേട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടത്. പകരം അവൾ സഹകരിച്ചില്ല പിന്നീട് പേടിച്ചിട്ട്. അങ്ങനെ പേടിപ്പിക്കുമ്പോൾ സഹകരിക്കാത്തവർ, അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ പബ്ലിക്കിൽ കൊണ്ടുവരാതെ മാറ്റി ഞാൻ സെക്യൂർ ആക്കി നിർത്തി. ഇത്തവണ എൻ്റെ അടുത്ത് ഈ ഒരു കോമാളിക്കളി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു വട്ടം വീണാൽ ഇനി അവിടെ വീഴാതിരിക്കാനുള്ള പഠിത്തം പഠിച്ചിട്ടായിരിക്കും അവിടെ നിന്ന് എഴുന്നേക്കുക എന്നുള്ളത് ബോധം നിങ്ങൾക്ക് വേണം. ഈ ഒരു വിഷയത്തിൽ എൻ്റെ കൂടെ ആര് നിന്നില്ലെങ്കിലും എനിക്ക് ഡോക്ടർ രമയുടെ മാത്രം സപ്പോർട്ട് മതി. അവരെൻ്റെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഇതും കൊണ്ടേ കയറുള്ളൂ. അത്രയും നല്ലൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങോട്ടാണ് അവർ വിളിച്ചത്, ഞാൻ അങ്ങോട്ടുമല്ല, ഇങ്ങോട്ടാണ് അവർ വിളിച്ചത്. എൻ്റെ അടുത്ത് അത്രത്തോളം സപ്പോർട്ട് അവർ പറഞ്ഞത്. അത്രയും വലിയൊരു മനുഷ്യ സ്നേഹി ആയതുകൊണ്ടാണ് അവരുടെ ജോലിപ്പാടിൻ്റെ ഇടയ്ക്ക് ആരും കഴിക്കാൻ സമയം പോലും എടുക്കാതെ ഇതിൻ്റെ പിറകിൽ അവിടെ നിന്നുകൊണ്ട് അവർ കരുക്കൾ നീക്കിയിട്ടുണ്ട്. അത് ചെറിയ കാര്യമൊന്നുമല്ല. അവർ ചെയ്ത് മനസ്സിലാക്കാതെ അവരൊരു ഇന്റർവ്യൂ എടുക്കാത്ത എന്താ നിങ്ങൾക്ക്? അതെന്താ വേണ്ടേ? ഷെബീന വരില്ല. ഷെബീന വന്നാൽ നിങ്ങൾക്ക് തൊലിഞ്ഞ ചാനലിന്റെ മുഖം ഞാൻ അപ്പോഴേ മാറ്റി അങ്ങ് തരും. അത് എന്നെ വിട്, ഞാൻ വരത്തില്ല. പക്ഷെ ഇവരെയൊക്കെ നിങ്ങൾക്ക് വിളിച്ചൂടെ? എന്തുകൊണ്ട് ഞാൻ ചാനലുകാരുടെ അടുത്താണ് ചോദിക്കുന്നത്. നാണല്ലേടാ നിനക്കൊക്കെ? എത്തിക്സ് അറിയാൻ വയ്യ നിനക്കൊക്കെ? പ്രമുഖം നിന്റെയൊക്കെ വേണ്ട, കാന്തോ പ്രമുഖ കൊണാണ്ടർ എടോ മര്യാദയ്ക്ക് പറ. ജീവമാതാ കാരുണ്യാലെന്ന് വിളിച്ചു പറയാൻ കട്സില്ലെങ്കിൽ നീയൊക്കെ ഈ തൊലിഞ്ഞ സാമാനം ചെയ്യാതിരുന്നൂടെ നിനക്കൊക്കെ? ഇതാണോ മാധ്യമ പ്രവർത്തനം? ഇതാണോ മാധ്യമം? ഇത് ജനാധിപത്യ രാജ്യമാണോ? ഇത് ജനാധിപത്യ രാജ്യമാണോ? ചിറ്റയും ഗോപകുമാറിന്റെ പേര് അടിപെടുന്നു. ചിറ്റയും ഗോപകുമാർ അവിടെ വരുന്നു. എന്താ ചിറ്റയും ഗോപകുമാർ ആരാ? രാജാവോ? അയാളെ പേര് പറയാൻ എന്താ പേടി? അയാളെ പറഞ്ഞ എന്താ കുഴപ്പം? അയാൾ ഒരു ജനപ്രതിനിധി മാത്രമാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യുന്ന ജനപ്രതിനിധി മാത്രമാണ് അയാൾ. ആ പൊസിഷൻ താഴെ ഇറക്കിയ നമ്മളെ പോലെ സാധാരണ ഒരു പൗരൻ തെറ്റ് ചെയ്താൽ അവൻ തെറ്റ് ചെയ്തെന്ന് ഉറക്കെ പറയാൻ കഴിയുന്നവൻ പൗരൻ. ആ യോഗ്യതയില്ലാത്തവന്മാർ ആ പൗരൻ എന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്തതാണ്. ചാനലുകാർ ഉണ്ടാക്കുന്ന അവിടെ കിടന്നുണ്ട്. നിന്റെ ഒന്നും ഒരു സാധനം ഞാൻ എടുക്കുന്നില്ല. നീ അത് എടുത്തിട്ട് അതിനകത്ത് സ്ട്രൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടല്ലേ കുറെ എണ്ണ ഇറങ്ങി തിരിഞ്ഞേക്കാണ്. അതുപോലെ സന്ധ്യ പല്ലവി, എൻ്റെ പൊന്നു കൊച്ചെ, എല്ലാ ക്രെഡിറ്റും നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ഇനാമായിട്ട് ഞാൻ നിനക്ക് തന്നു. സന്ധ്യ പല്ലവിക്ക് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സന്ധ്യ പല്ലവി. ഇനി ആ അമ്മമാരെയും കൂടെ സെക്യൂർ ആക്കിയ ശേഷം വന്ന് പറയണം. ഒരാളെയും നീ പുകഴ്ത്തണ്ട, ഇകഴ്ത്താതിരുന്നൂടെ നിനക്ക്? നീ ഇതിനായിട്ട് ഷെബീന ബീവി എന്ന് പോയി എഴുതുന്നേ? ഷെബീന ബീവിനെ പിടിച്ച് മുട്ടയിട്ടോ? ഞാനില്ല ഇതിനകത്തൊന്നും ആദ്യമേ പറയല്ലേ, ഞാനില്ല ഇതിനകത്ത്. എൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ആ അമ്മമാരും ആ കുഞ്ഞുങ്ങളും സെക്യൂർ ആകണം, അവർ സേഫ് ആകണം. പിന്നെ അവർക്ക് എവിടെയാണോ അവരെ കൊണ്ടുപോയത് അവിടെ അത്യാവശ്യം സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്നാൽ കഴിയണം ഞാൻ ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. അതിനപ്പുറം ഇതിനകത്തുനിന്ന് ഒരു ക്രെഡിറ്റും എനിക്ക് വേണ്ട, ഇതിനകത്തുനിന്ന് എനിക്ക് ഭാരതരത്ന അവാർഡും വേണ്ട. മനസ്സിലായ എനിക്ക്? നീ തന്നെ എടുത്ത് തൂക്കി തല വെച്ചിട്ട് കണ്ടെടുത്ത് പോയി നീ കമന്റ് ഇട്ടെന്ന് കണ്ട സന്ധ്യ, ഞാൻ നിന്നെ തിരക്കി അങ്ങോട്ട് വരും. മനസ്സിലായല്ലോ? നീ ഗിരിജെടുത്ത് കളിച്ചാണായിരിക്കത്തില്ല. ബിനീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയത്. കുറെ ആയി നിന്റെ കമന്റ് ഞാൻ കാണുന്നിടത്തൊക്കെ പോയി കമന്റ് ഇട്ട് തകർക്കുകയാണ്. ആരടി നീ? നീ 2022 നീ ശ്രമിക്കല്ലേ? മനുഷ്യന്മാരെ കഷ്ടപ്പെട്ട് എത്രത്തോളം പേര് അതിനകത്ത് എഫർട്ട് എടുത്ത് നിൽക്കുമ്പോൾ നീ പോയി തോന്നിയാസാ പറയണേ? പറയുമെങ്കിൽ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് പറയണം. നിന്റെ വിറ്റ്നസ് ഉണ്ടോ? ഈ കാര്യം കണ്ട ആളുടെ വിറ്റ്നസ് ഉണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ടെങ്കിൽ ഇറങ്ങ്. ഇതിനിടയ്ക്ക് 1-2 പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അവൾക്കെതിരെ ഒന്നും പറയാൻ നിൽക്കണ്ട, കാരണം നിങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് അവർക്ക് നേടാം. അങ്ങനെയൊന്നും അല്ല, നിങ്ങൾക്ക് നിയമവശം അറിയാത്തത് കൊണ്ടാണ്. സന്ധ്യ പല്ലവിക്കെതിരെ അവിടെ കേസുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി അവർക്കെതിരെ ഒരു കേസ് കൊടുത്തത് കൗണ്ടർ കേസ് എന്ന രീതിയിൽ പരിഗണിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഇൻക്വയറി എന്ന ഒരു ടേം അറിയാത്തത് കൊണ്ടാണ്. കോടതി നിങ്ങളടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊന്നും ആയിരിക്കത്തില്ല. അവിടെ ഇമോഷണലൊന്നും ഒരു വർക്കൗട്ട് ആവത്തില്ല. നോ ഇമോഷൻ ഇൻ ദ കോടതി. അവിടെ വിറ്റ്നസ് ആണ് വേണ്ട, തെളിവുകളാണ് വേണ്ട. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമം ശരിയായി വരിക. അവരുടെ സോഴ്സ് എങ്ങനെ, അവർക്ക് എങ്ങനെ ഇത്രയും പൈസ ഉണ്ടായി, ഹൗ ദേ മേക്ക് മണി, എങ്ങനെയാണ് ഇത്രയും വലിയ വീട് വെച്ചത്, എങ്ങനെയാണ് അവർക്ക് ഈ പണം, സോഴ്സ് പറയണവര്. ട്രസ്റ്റിലേക്ക് വരുന്ന പണത്തിന് ചോദ്യമില്ല എങ്കിൽ പോലും മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ സമ്പാദിച്ചിട്ടുണ്ട്, അതിനകത്ത് ചോദ്യം വരും. കംപ്ലൈന്റ് ഉള്ളവർ, കൊടുത്തവർക്ക് കംപ്ലൈന്റ് ചെയ്യാം. ആരൊക്കെ പണം കൊടുത്തിട്ടുണ്ടോ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാം. എന്റെ പണം നിങ്ങൾ എന്തിനു ഉപയോഗിച്ചു, എങ്ങനെ വകയിരുത്തി, ഓഡിറ്റിംഗ് കാണിക്കുക എന്ന് ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. നിങ്ങളാണ് പണം കൊടുത്തതെങ്കിൽ അത് ആ വകുപ്പ് അറിയില്ലല്ലയോ? അങ്ങനെ പല വകുപ്പുകളും ഉണ്ട്. പൈസ വഴിച്ചാക്കാനാണ് ഈ പറയുന്ന നേതാക്കന്മാർ കൂടെ നിൽക്കുന്നത്. ഫണ്ട് കിട്ടും ഗവൺമെന്റിൽ നിന്ന്, ഒരു തുക കിട്ടും. ഇപ്പോൾ നമ്മുടെ കൃപാസനം അപ്പച്ചൻ, ഹാലിലിയോ സൂത്രം കർത്താവേ, കൃപാസനം അപ്പച്ചന്റെ 50 ലക്ഷം രൂപയാണ് കൊടുത്ത തോമസ് ഐസക്ക്. ഇങ്ങേരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ ഒലിവിയയിലും ഉണ്ടായിരുന്നു ഇങ്ങേരുടെ സാന്നിധ്യം. ഞങ്ങൾക്കറിയാം എന്താണ് നടക്കണേന്ന്. അപ്പൊ ഇതിനകത്ത് ഒരു മനുഷ്യനെ പേടിക്കുമെന്നോ പിന്നോട്ട് പോകുമെന്നോ ഇല്ല. ഇന്നലെ വേറൊരു യൂട്യൂബർ വിളിച്ചത് എൻ്റെ മോന്റെ പ്രശ്നം കുഴപ്പത്തിലാണ്, നീയൊക്കെ തൊട്ടു നോക്കടാ അപ്പം അറിയാൻ ബാക്കി. അങ്ങനെ അങ്ങ് പോണെങ്കിൽ പോട്ടെന്ന്. എത്ര മനുഷ്യർ എങ്ങനെയെല്ലാം പോകുന്നു, അങ്ങനെ അങ്ങ് പോണെങ്കിൽ പോട്ടതേ പില്ലി. അങ്ങനെയൊന്നും പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വരല്ലേ, പേടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് തള്ളിക്കയറല്ലേ. ഇത് എന്നെ വേറെയാണ്. ഞാൻ ഇപ്പോൾ ഭ്രാന്ത് കയറിയെന്നാൽ എനിക്ക് എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക കേട്ടോ. ഈ ഒരു വിഷയത്തിൽ
ഞാൻ സന്ധ്യാപല്ലവിക്കെതിരെ പറഞ്ഞു എന്നുള്ള തോന്നലൊന്നും വേണ്ട, ദേഷ്യം പിടിച്ചിട്ടാണെന്നേ. അതെന്ത് വർത്തമാനമാ അത്? നമ്മൾ ആരെങ്കിലും അവളെ ക്രെഡിറ്റ് എടുത്തോ? എനിക്ക് ക്രെഡിറ്റ് വേണ്ടെന്നാ പില്ലേ രമാ മാഡം ഒരു 100 വട്ടം പറഞ്ഞു, ഷെബീന നമുക്ക് ഈ ക്രെഡിറ്റ് വേണ്ട, നമുക്ക് ഈ ക്രെഡിറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് ക്രെഡിറ്റ്, നിങ്ങൾ ദയവ് ചെയ്ത് ഷെബീനാണ് ഇത് ചെയ്തെന്ന് എഴുതിയിടല്ലേ. എനിക്ക് താല്പര്യമില്ല ഇത് കേൾക്കാനായിട്ട്. ഞാൻ ഇതുമായി മുൻപോട്ട് പോകണമെങ്കിൽ ആ കമന്റ് എഴുതരുത് ദയവ് ചെയ്തിട്ട്. ഞാനല്ല, സന്ധ്യാപല്ലവിയാണ് എഴുതി കമന്റ് ഇതാണെന്ന് എഴുതിയിട്ടാൽ മതി, അവൾക്ക് വയറ് നിറയട്ടെ. 2022 ഇറങ്ങിയ ഒരുത്തിക്ക് ഇതുവരെ ഒരു ചെറു വിരലനക്കാൻ പറ്റിയിട്ടില്ല. യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ മെനക്കെട്ട് അതിലൊരു ഇതുണ്ടാക്കി കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഉടനെ അവരല്ല ഞങ്ങളാന്ന് പറയും. ഓ നീ എടുത്തോണ്ട് പോടി ക്രെഡിറ്റ്, ആർക്ക് വേണം അവിടെ? എന്തൊരു വാഴ ഇത് കൊണ്ടല്ലേ ഇപ്പോൾ അരി വാങ്ങിക്കാൻ പോണത്? കുറയണം. ഞാൻ ഒരു കാര്യം കൂടെ സന്ധ്യാപല്ലവി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം വിൽക്കുന്നോളാ, അപ്പം വിൽക്കുന്ന സ്ത്രീയാ, നീ പിടിച്ചാൽ കൂടൂല. അപ്പത്തിന് വേറെ ഡിമാൻഡാ, അത് വേറെ ലെവലാണ്. അത് നിനക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാകും. താങ്ക് യു.